ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ആഴ്ച എങ്ങനെയുണ്ടായിരുന്നു? ഈശോയുടെ വെളിച്ചം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഇരുണ്ട ഭാഗങ്ങളിലേക്കൊക്കെ ഇറങ്ങി വന്നോ? ചിന്തിച്ചു നോക്കിയോ? എൻ്റെ ഉള്ള് എങ്ങനെയാണ്? എൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. ആ ചിന്തകളിൽ നിന്ന് നമുക്ക് വീണ്ടും ഇന്ന് ആരംഭിക്കാം. ഒന്നുകൂടി നമ്മുടെ വ്യക്തിത്വം വെറുമൊരു പുറത്തുള്ള ഏതൊരു നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ പോലെ അങ്ങനെയൊന്നല്ല. നമ്മൾ പറയും വ്യതിരക്തത എന്ന് പറയും, തനിമ. നമ്മൾ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറയുകയല്ലേ, അല്ലേ? ലിമിറ്റഡ് എഡിഷൻ കാറുകളുണ്ട്, ലിമിറ്റഡ് എഡിഷൻ വാച്ചുകളുണ്ട്, ലിമിറ്റഡ് എഡിഷൻ മൊബൈൽ ഫോണുകളുണ്ട്. അതൊന്നും അധികം കാണില്ല. പക്ഷെ നമ്മൾ ലിമിറ്റഡ് എഡിഷൻ അല്ല, നമ്മൾ സിംഗിൾ എഡിഷനാണ്. ഇതുപോലുള്ള ഒരു സാധനം, ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഏതുപോലെ നമ്മൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കണ്ണാടി പോയി നോക്കിയാൽ മതി. അപ്പോൾ ഏതുപോലുള്ള സാധനമാണെന്ന് മനസ്സിലാവും. ഇതുപോലുള്ളൊരു സാധനം ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ ഇറങ്ങേണ്ട മക്കളെ. അതാ ക്രൈസ്തവ വ്യക്തിത്വം. ഇറങ്ങാൻ ഈശോയുടെ കൂടെ ഇറങ്ങാം, അല്ലേ? ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനൊന്നും അല്ല. എന്നിൽ എന്തൊക്കെയോ ഉണ്ട്, എവിടെയൊക്കെയോ എനിക്കൊരു സന്തോഷം തോന്നുന്നു. കൂടുതൽ ആഴത്തിൽ ഇറങ്ങണം എൻ്റെ ഈശോയെ. എന്നെ കണ്ടെത്തണം. എന്നിട്ട് എന്നെ നിന്നോട് ചേർത്ത് വയ്ക്കണം. എൻ്റെ ആ കണ്ടെത്തലിലേക്ക്, ആ യാത്രയിലേക്ക് എൻ്റെ ഈശോയെ എൻ്റെ കൂടെ നടക്ക്. നമുക്കൊരുമിച്ച് നടക്കാം. നീ എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. നിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. ആത്മാവിൻ്റെ വെളിച്ചം എനിക്ക് തരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തീയ വ്യക്തിത്വം, അല്ലേ? ഇതൊരു സാധാരണ ഒരു വ്യക്തിത്വത്തിൻ്റെ തലത്തിലോ അതിൻ്റെ അർത്ഥത്തിലോ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് എന്നെ വേർതിരിച്ച് നിർത്തുന്നത് എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, അതിലെ ക്രിസ്തു. ഒറ്റ കാര്യം. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു കൊച്ചു കുഞ്ഞ് നോക്കിയേ, അന്തം വിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. എൻ്റെ ദൈവമേ, അല്ലേ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നമ്മളിങ്ങനെ ഇരുന്നല്ലോ, അയ്യോ ഇവൻ ഇങ്ങനെയാണോ? ഓരോ നിമിഷവും അവനെ തിരിച്ചറിയുമ്പോഴത്തേനും കണ്ണുകൾ വികസിച്ച്, അല്ലേ? അതുപോലെ ആ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ മുൻപിൽ ഞാനിങ്ങനെ ഓരോ തിരിച്ചറിവിലും ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കുക, സന്തോഷിച്ച് നിൽക്കുക. ആ സന്തോഷം എന്ത് വന്നു? എന്നിലേക്ക്, എൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ ജീവിത ദർശനം, മനോഭാവം, ജീവിതശൈലി, ഇതൊക്കെ എൻ്റെ കൂടെ സ്വന്തമാക്കി ഞാൻ മാറ്റുക. ഒരു തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഒരു മോഷണമാണ് ശരിക്കും. ഒരു മോഷണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വളരെ പോസിറ്റീവായ മോഷണം എന്നതാ, അവൻ്റെ വ്യക്തിത്വത്തെ ഞാൻ മോഷ്ടിച്ച് ഞാൻ എടുക്കുക. ഞാൻ വീണ്ടും പറയുന്ന ആ മോഷണം എന്ന് പറഞ്ഞ വാക്ക് കേട്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. നമ്മുടെ നല്ല കള്ളനെ പോലെ, കാൽവരിയിലെ നല്ല കള്ളൻ സ്വർഗം മോഷ്ടിച്ചില്ലായിരുന്നോ? കുരിശെ കിടന്നുകൊണ്ട് ഒറ്റ പറഞ്ഞതേ ഉള്ളൂ, കർത്താവേ നീ അവിടെ ആയിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഞാനങ്ങ് എടുക്കുക. ആരോ പറഞ്ഞില്ലേ, അല്ലേ? ഞാനിങ്ങ് എടുക്കുക എന്ന് പറയല്ലേ, ഏതാ തൃശ്ശൂരിനെയോ ഒക്കെ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ പോലെ, അല്ലേ? ഈശോയോട് പറയണം, ഈശോയെ, അല്ലേ, എന്നാ ഞാനിങ്ങ് എടുക്കുക, അല്ല ഞാനിങ്ങ് എടുത്തു. ആരെയാ? നിന്റെ വ്യക്തിത്വത്തെ, നിന്റെ സംസാരത്തെ, നിന്റെ പ്രവർത്തന ശൈലിയെ, നിന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, നിന്റെ മനോഭാവത്തെ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞങ്ങ് എടുക്കണം, സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിച്ച, തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, ഭാരതീയൻ, ഒരുപക്ഷെ ക്രൈസ്തവനല്ലായിരുന്നു, നിങ്ങൾക്ക് പരിചയമുണ്ട് അദ്ദേഹത്തെ, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഈശോയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് കണ്ടോ, നസ്രായനായ ഈശോ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകുമായിരുന്നു, കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയ രക്തം കൊണ്ട്.
എൻ്റെ ഹൃദയ രക്തം കൊടുത്ത് ഞാൻ വാങ്ങിച്ചെടുത്തേനും. ആരെ പോലെ? അന്ന് പാപിനിയായ ആ സ്ത്രീ തൻ്റെ കണ്ണുനീര് കൊടുത്ത് അവനെ വാങ്ങിച്ചെടുത്തു. അതുപോലെ ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊടുത്ത് ഞാൻ അവൻ്റെ വ്യക്തിത്വത്തെ ഞാനിങ്ങ് വാങ്ങിച്ചെടുക്കുമായിരുന്നു. ഇതാ ക്രിസ്തീയ വ്യക്തിത്വത്തിലെ വളർച്ചയെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. റോമക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം പറയുക. ധരിക്കുക. നിങ്ങളൊക്കെ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വസ്ത്രം പോലെ ധരിക്കണം. ഊരിയെറിയുന്ന വസ്ത്രമല്ല, ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റാത്ത ഒരു വസ്ത്രം പോലെ. പൗലോസ്ലീഹ ഇത് പറയുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ എന്നുണ്ട് അല്ലേ? നമ്മളൊരു വസ്ത്രം ധരിച്ചാൽ അഴുക്കൊക്കെ പുരളും, ആ യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ വസ്ത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. കഴുകി വെടിപ്പാക്കാൻ പറ്റും. നമ്മൾ കഴുകി വെടിപ്പാക്കപ്പെട്ടവരാ. കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ കാൽവരിയിലെ ബലിയാൽ വെടിപ്പാക്കപ്പെട്ടവരാ. ആ ഒരു ബോധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഈശോയെ ഞാൻ എടുത്ത് ധരിക്കണം. അങ്ങനെ ധരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ അടിസ്ഥാനമുള്ളൊരു വ്യക്തി. കണ്ടോ, അവിടെ ഒരാൾ നിൽപ്പുണ്ട്. മഴ പെയ്യുന്നുണ്ട്, കൊടുങ്കാറ്റുണ്ട്, കാറ്റൂതി, ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, വീണില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. വചനത്തിൻ്റെ മേൽ, അവൻ്റെ മേൽ പണിത, ഈശോയുടെ മേൽ പണിതതായിരുന്നു. ഇതുപോലെയാവണം ഈശോയുടെ വചനങ്ങളും അവിടുത്തെ മനോഭാവവും സ്വന്തമാക്കി ജീവിക്കുന്നതിലൂടെ ക്രിസ്തീയ വ്യക്തിത്വം നേടുന്ന ഒരുവൻ ഇതുപോലെ ഈ പാറമേൽ വീട് പണിത ഒരു വ്യക്തി പോലെ ഉറപ്പുള്ളവനായിരിക്കും. എന്ത് പ്രതിബന്ധം വന്നാലും, ആര് ചിരിച്ചു കാണിച്ചാലും ഞാൻ ആ വഴിക്കൊന്നും പോവില്ല. എനിക്കെൻ്റെ തമ്പുരാൻ, എൻ്റെ വിശ്വാസം, എൻ്റെ വ്യക്തിത്വം, ഏത് പ്രതിസന്ധികൾ വന്നാലും, എത്ര സഹനങ്ങൾ വന്നാലും. പ്രിയപ്പെട്ട മക്കളെ, ഇതാ ക്രിസ്തീയ വ്യക്തിത്വം വളരുക എന്ന് പറയുന്നത്. അങ്ങനെ പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് മറക്കല്ല് കേട്ടോ, അത് പഠിക്കണം. ജീവിതത്തിൽ ഉരുവിടണം, ഓരോ നിമിഷവും ഉരുവിടണം. ഓരോ വേളകളിലും. എന്താണെന്ന് പറയാവോ? ബൈബിൾ എടുത്ത് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കിയേ. വെരി ഗുഡ്. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുന്ന ആ നിമിഷത്തെയാ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ പറയുന്നത് ക്രിസ്തീയ വ്യക്തിത്വത്തിലെ വളർച്ച എന്ന് പറയുന്നത്. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റണം അല്ലേ? ഇവിടെ നല്ല നിങ്ങളെപ്പോലെ നല്ല സ്മാർട്ട് ചുള്ളനായിട്ടുള്ളൊരു ചെക്കനെ കാണാം അല്ലേ? ഇനി മുതൽ അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, ഇനി മുതൽ ഞാനല്ല, എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. ഒന്ന് ചിന്തിച്ച് നോക്കി, നല്ല രസകരമായിരിക്കും അല്ലേ? അങ്ങനെ നാട്ടുകാരിങ്ങനെ കരുതുകയെന്ന് കരുതിക്കുക. അല്ലെങ്കിൽ നാട്ടുകാരനെ വീട്ടിലെ പപ്പയും മമ്മിയും നിങ്ങളെ കാണുമ്പോൾ ഈശോയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ കർത്താവേ, ചിലപ്പോഴത്തെ വാക്ക് കേൾക്കുമ്പോൾ, ചില പ്രവർത്തികൾ കാണുമ്പോൾ അല്ലേ, അയ്യോ, അങ്ങനെയൊക്കെ കരുതുകയായിരുന്നുവെങ്കിൽ പപ്പയും മമ്മിയൊക്കെ കർത്താവിനെ പണ്ടേ വെറുത്തു പോയേനെ അല്ലേ? ചില സമയങ്ങളിലെങ്കിലും. ഓക്കെ മക്കളെ, നമ്മളാണ് ഇന്ന് ക്രിസ്തുവായിട്ട്, ഈശോയായിട്ട് നമ്മളാണ് ഇന്ന് ജീവിക്കേണ്ടത്. സഭയിൽ, സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ. അതാ ഒരു ക്രൈസ്തവൻ്റെ കർമ്മമെന്ന് പറയുന്നത്. അവിടെ ക്രിസ്തുവായിട്ട് രൂപാന്തരം പ്രാപിക്കണം. ചെറിയ ഉത്തരവാദിത്തമല്ല, വലിയ ഉത്തരവാദിത്തമാണ്. എന്നെ കാണുന്നവൻ എൻ്റെ ഈശോയെ കാണണം. ഒരു വലിയ ചലഞ്ചാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ക്രിസ്തീയ ആത്മാവബോധം നമ്മൾ സ്വന്തമാക്കിയെടുക്കണം. ക്രിസ്തീയ ആത്മാവബോധം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ആ കൊച്ചു പെൺകുട്ടി അവിടെ നിൽക്കുന്നത് പോലെ അല്ലേ? ഒരു യാത്രയിലേക്ക് നിൽക്കുക, വഴി മുമ്പിൽ കിടപ്പുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണോ വഴി? പക്ഷെ ആ വഴി ഇതാണോ എന്ന് അറിയണമെങ്കിൽ താൻ ആരാണെന്നറിയണം, താൻ എത്തേണ്ടത് എവിടെയാണെന്നറിയണം, എത്തേണ്ടിടത്തേക്കുള്ള വഴി അറിയണം. അങ്ങനെ ആ ലക്ഷ്യം ഇതാണ്, അങ്ങോട്ടുള്ള വഴി ഇതാണ്, എന്നിട്ട് ഞാൻ നടക്കുകയാണ്. ഇതിനെ വിളിക്കുന്ന പേരാ ആത്മാവബോധം. ഇതിൽ നിന്നും ഒരല്പം കൂടെ, ഒരു പടി കൂടെ കൂടുതലാണ് ക്രിസ്തീയ ആത്മാവബോധം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈശോയുടെ പ്രബോധനങ്ങളുടെ പഠിപ്പീരിൻ്റെ വെളിച്ചത്തിൽ, ദൈവവചനത്തിലൂടെ, സഭയുടെ പ്രബോധനങ്ങളിലൂടെ, കാരണം ദൈവവചനത്തെ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കാലത്തിനനുസരിച്ച് മുൻപിലോട്ട് വെക്കുന്നത് സഭയാണ്.
കാരണം ഈശോയുടെ വചനത്തിന് ഒരു കാലത്തിൻ്റെ മാനമുണ്ട്. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു മാനം കൂടിയുണ്ട്, സാഹചര്യത്തിൻ്റെ ഒരു മാനമുണ്ട്. അങ്ങനെ സഭാപ്രബോധനങ്ങളിലൂടെ കിട്ടുന്ന ഞാൻ ആരാണെന്നുള്ള അവബോധം, ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ആരാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്താണ്, അതറിയണം. അറിഞ്ഞാൽ മാത്രം പോരാ, അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിസ്തീയ ആത്മാവബോധം. ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ, ഈശോ എനിക്കുള്ള ജീവനിലേക്കുള്ള വാതിലാവണം, ആ വാതിലിലേക്കുള്ള വഴിയാവണം, അതുപോലെ തന്നെ അവൻ തന്നെ ജീവനുമാവുന്ന ഒരവസ്ഥ. ഒന്നാമത്തെ പടി. പക്ഷെ അതിന് എന്താ മാർഗം? ഇത് എളുപ്പമാണോ? എളുപ്പമൊന്നുമല്ല. പക്ഷെ ഇത് സാധ്യമാ. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു, ജീവിച്ച് കാണിച്ചു, തെളിയിച്ച് കാണിച്ചു. രണ്ടാമത്തെ വഴി അവൻ്റെ മാതൃക പിന്തുടരുക, ഈശോയുടെ വ്യക്തിത്വം. കാരണം ഈശോയുടെ വ്യക്തിത്വം പിതാവിൻ്റെ പ്രതിച്ഛായയും പ്രതിരൂപവുമാണ്. പിതാവ് എന്താണോ, ദൈവം എന്താണോ, അതാ ഈശോ. കാരണം ഈശോ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:9 പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇനി ആ ഒരു വളർച്ചയും ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രായത്തിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും അവൻ വളർന്നു പക്വത പ്രാപിച്ചതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തെ അനുകരിച്ചുകൊണ്ട് ഞാൻ വളരണം. പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മളെപ്പോലെയായിരുന്നു. നമ്മൾ കടന്നുപോയ എല്ലാ അവസ്ഥകളിലൂടെയും കടന്നുപോയവനാ. അതിൻ്റെ അപ്പുറം അങ്ങേയറ്റം, നമ്മൾ പറയാം സഹനത്തിൻ്റെ അങ്ങേയറ്റം, തിരസ്കരണത്തിൻ്റെ അങ്ങേയറ്റം എല്ലാം കണ്ടവനാ. അവന് വളരാൻ അവിടുത്തെ സ്നേഹത്തിൽ എങ്ങനെ? പ്രാർത്ഥനയിൽ, കൂദാശകളിലൂടെ. കാരണം കൂദാശകൾ എന്ന് പറയുന്നത് വെറും കുറേ അനുഷ്ഠാനങ്ങളല്ല മക്കളെ. ഈശോ മിശിഹ അന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നോ അത് ഇന്ന് ഇപ്പോഴത്തെ കാലത്ത് 2021 എനിക്ക് കിട്ടുകയാ. കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, മാമോദീസായിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, രോഗീലേപനത്തിലൂടെ, ഓരോ കൂദാശകളിലൂടെയും ഈശോയുടെ മാതൃക അനുകരിക്കണം. രണ്ടാമത്തെ പടി. അത് എളുപ്പമാണോ? അത് ഈശോ ദൈവമല്ലേ? ആണോ? വേണ്ട. പ്രിയപ്പെട്ട മക്കളെ, ഈ കുട്ടിയെ പരിചയമുണ്ടോ? പ്ലേ സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടവൻ, നൈക്കി ഷൂസും ജീൻസും ഇഷ്ടപ്പെട്ടവൻ, മൊബൈൽ ഫോണും ഇമെയിലും ഉണ്ടായിരുന്നവൻ, വീഡിയോ ഗെയിം കളിച്ചു, തൻ്റെ നായക്കുട്ടിയുടെ വീഡിയോ ഉണ്ടാക്കി രസിച്ചവൻ, ലുക്കേമിയ ബാധിച്ച് 15-ാം വയസ്സിൽ 2006 മരിച്ചവൻ. പേര് നിനക്കറിയാം, കാർലോ അക്യൂറ്റിസ്. ഇൻ്റർനെറ്റിൻ്റെ കറുത്ത വശത്തിലുള്ള നന്മയുടെ ഉത്തരമാണ്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും തൻ്റെ കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്നതിന് ഉപയോഗിച്ചവൻ. പരിശുദ്ധ കുർബാനയെ, തൻ്റെ കുമ്പസാരത്തെ ആത്മീയ വളർച്ചയുടെ കൈവഴികളാക്കിയവൻ. അവൻ തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെയുള്ളവനാ. ഈശോയുടെ ആ മാതൃക പ്രായോഗികമാണെന്ന് തെളിയിച്ച വാഴ്ത്തപ്പെട്ടവൻ. ഇതുപോലുള്ള വാഴ്ത്തപ്പെട്ട ഒരു വിശുദ്ധര് ധാരാളം മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇവൻ ഇന്നിൻ്റെ മാതൃകയാ, ഈ യുഗത്തിൻ്റെ മാതൃകയാ. മൂന്നാമത്തെ പടി വിശുദ്ധരുടെ മാതൃക. കാരണം ഈശോയുടെ മാതൃക, അവിടുത്തെ വ്യക്തിത്വത്തിലുള്ള വളർച്ച പ്രായോഗികമാണെന്ന് മാനുഷിക തലത്തെ തെളിയിച്ച് കാണിച്ച മാതൃകകളാണ്. പരിശുദ്ധ അമ്മ, സഭാപിതാക്കന്മാർ, അപ്പസ്തോലന്മാർ, വന്ദകരും രക്തസാക്ഷികളും ഒക്കെ ധാരാളം വിശുദ്ധര്. നിങ്ങൾ പുസ്തകം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒത്തിരി എക്സാമ്പിൾ കൊടുത്തു. തൊഴിലാളികൾക്ക് മാതൃകയായിട്ട് വിശുദ്ധ യോസേഫ്, പ്രാസംഗികർക്ക് വിശുദ്ധ ക്രിസോസ്തോം. ഞാൻ മുഴുവൻ പറയുന്നില്ല, ഒന്ന് വായിച്ചു നോക്കുക. ഓരോ ജീവിത അന്തസ്സിനുമുണ്ട്, ഓരോ ഘട്ടത്തിനും ജീവിത ഘട്ടത്തിനും ഉള്ള വിശുദ്ധരുണ്ട്, തെളിയിച്ച് കാണിച്ചവരുണ്ട്. അവരുടെ മാതൃകകളെ പ്രിയപ്പെട്ട മക്കളെ പിന്തുടരുക. ഇത് സാധ്യമാണ് മക്കളെ. അങ്ങനെ നമ്മൾ ക്രിസ്ത്യ വ്യക്തിത്വത്തിൽ വളരുന്നത്. ഈശോ അന്ന് രോഗികളെ ശുശ്രൂഷിച്ചതുപോലെ ഇന്ന് ശുശ്രൂഷിക്കുന്ന ഒരാൾ. ഈശോ ഒന്ന് പാപമോചനം നൽകിയതുപോലെ കുമ്പസാരത്തിൻ്റെ വേദിയിൽ അതേ പാപമോചനം ഇന്ന് സംഭവ്യമാക്കുന്ന സാഹചര്യങ്ങൾ. അതേ പ്രിയപ്പെട്ട മക്കളെ, ഓരോ ക്രൈസ്തവനും മറ്റൊരു ക്രിസ്തുവാ. സമൂഹത്തിന് അനുഗ്രഹമാകണം. വാക്കും പ്രവൃത്തിയും തമ്മിൽ അന്തരമില്ലാതാവണം. പരിവർത്തനോന്മുഖമായ ഒരു നവസമൂഹത്തെ നിർമ്മിക്കണം നമ്മൾ. അങ്ങനെ ഈശോയുടെ ജീവിത ദർശനവും മനോഭാവവും ജീവിതശൈലിയും സ്വന്തമാക്കി ഈശോയിലേക്കും ആ വ്യക്തിത്വത്തിലേക്കും വളരുമ്പോൾ നമ്മൾ പറയും, ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. ആ ഒരു വളർച്ചയിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത എവിടെ ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ ചെറുതായി, എന്നിൽ ഈശോ തെളിയുന്ന ഒരവസ്ഥ. അതിലേക്ക് എത്തട്ടെ. ഈ ഒരാഴ്ച നമുക്ക് ചിന്തിക്കാം മക്കളെ. എനിക്കുള്ള നല്ല മാതൃകകളെ സൃഷ്ടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാം. എൻ്റെ ഈശോയെ, ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ ഞാൻ തിരിച്ചറിയുകയാണ്. എൻ്റെ യാത്രയിൽ, നിന്നിലേക്കുള്ള യാത്രയിൽ ഇത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനുള്ള വഴികളും ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് അതിനുള്ള ധൈര്യമാണ്, അതിനുള്ള ശക്തിയാണ്. ആ ശക്തിയും നീ തന്നെയാണ് എൻ്റെ ഈശോയെ.
കാരണം ഞാൻ നിന്നിലേക്കല്ല ഞാൻ യാത്ര ചെയ്യേണ്ടത്. ആ ശക്തിയായി എൻ്റെ കൂടെ ഉണ്ടാവണമേ. എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്ന എൻ്റെ ഈശോയെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.